തൃശൂർ ചിറങ്ങര അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടത്ത് സ്ലാബ് റോഡിലേക്ക് വീണ് അപകടം നടന്നു. ആ സമയത്ത് സർവീസ് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അവിടെ പണികൾ പുരോഗമിക്കുന്നത് എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. അതിനിടയിലാണ് തൃശൂർ ചിറങ്ങര അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടത്ത് സ്ലാബ് റോഡിലേക്ക് വീണത്. ദൃശ്യങ്ങൾ കാണാം. അത് യാതൊരു സേഫ്റ്റി ഇല്ലാണ്ടാണ് ഇപ്പൊ ഇവിടെ പണി നടക്കണത്. ഇന്ന് തന്നെ അവിടുന്ന് സ്ലാബ് എടുത്തപ്പോ അവിടുന്ന് സ്ലാബ് താഴ്വാണ്. ഒറ്റ വണ്ടി ഉണ്ടായില്ല ഭാഗത്തിന്. എപ്പോഴും വണ്ടികൾ പോയിക്കൊണ്ട സ്ഥലമാണ്. അപ്പൊ ആ വീണപ്പോ ഒറ്റ വണ്ടി ഉണ്ടായതുകൊണ്ട് വണ്ടികളൊക്കെ സ്ലോ ചെയ്തു. ആ സാധനം എടുത്തവിടെ മാറ്റി. ഇതിലൂടെ എന്ത് പറഞ്ഞാലും ഇവരൊന്നും കേൾക്കാറില്ല. ഇതുപോലെ തന്നെ ആ മണ്ണിന്റെ ആ ഗ്യാപ്പിൽ അവർ മറ്റേ സ്ലാബ് എടുത്താൽ ആ മണ്ണിൽ തള്ളി നിൽക്കാണ്. ഒരു ബൈക്കാർ ആരും പോയാൽ ആ മണ്ണ് ഒക്കെ വീഴും. ഇവിടെ ആരോടും പറഞ്ഞാലും യാതൊരു കാര്യമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതന്നെ വീഡിയോ എല്ലാ കാര്യം എടുത്തിട്ടാണ്. ആരോട് പറയണേ? ഒരാളോടും പറയാനില്ല. തൃശൂർ ചിറങ്ങര അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടത്ത് നിരന്തരമായിട്ട് അപകട സാധ്യത ഉണ്ട് എന്ന് നാട്ടുകാർ സൂചിപ്പിക്കുന്നു. അവിടെ സ്ലാബ് റോഡിലേക്ക് വീണിരിക്കുന്നു. ആ സമയത്ത് സർവീസ് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ദുരന്തം ഒഴിവായത്. വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വാഹനങ്ങളുടെ മുകളിലേക്കായിരിക്കും വലിയ ഭാരമുള്ള ആ സ്ലാബ് വീഴുക. അത് ഇനിയും വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. നാട്ടുകാർ അത് പറയുന്നതിൻ്റെയും അവിടുത്തെ ആ സ്ലാബ് വീണ ഇടത്തിൻ്റെയും ദൃശ്യങ്ങളാണ് അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്ന് നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചത്. വിവരങ്ങൾ ബാക്കി നൽകുന്നു അനീഷ് ആന്റണി. ഗണേഷ്, നാട്ടുകാർ പറയുന്നത് തന്നെയാണ് അവിടുത്തെ അവസ്ഥ. കാരണം 2 ആഴ്ച മുൻപാണ് അതേ സ്ഥലത്ത് സ്ലാബ് ഇതേ സർവീസ് റോഡിലേക്ക് വീണത്. അത് തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലേക്കാണ് സ്ലാബ് വീണത്. അന്ന് വീഴാൻ കാരണം ഈ സ്ലാബ് ഉറപ്പിക്കുന്ന സമയത്ത് JCBയുടെ ബക്കറ്റിൽ അതുവഴി വന്ന ഒരു കണ്ടെയ്നർ ലോറിയുടെ മുകൾ ഭാഗം തട്ടുകയായിരുന്നു. ഈ തട്ടിയ സമയത്താണ് ആ സ്ലാബ് വീണത്. മാത്രമല്ല അന്ന് JCB ഓടിച്ചിരുന്ന ഓപ്പറേറ്ററെ താഴേക്ക് വീണ് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. അതേ ഭാഗത്ത് തന്നെ വീണ്ടും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്ന് അല്പസമയം മുൻപ് വീണ്ടും ഒരു സ്ലാബ് പൊടുന്നനെ നിലത്തേക്ക് പതിച്ചത്. ഭാഗ്യവശാൽ ആ സമയത്ത് സർവീസ് റോഡിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എല്ലാ സമയത്തും നിരന്തരം വരിയായി വാഹനങ്ങൾ പോകുന്ന സ്ഥലം കൂടിയാണ് ഈ സർവീസ് റോഡ്. പ്രത്യേകിച്ച് ബ്ലോക്കൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ചിറങ്ങര അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലം. പക്ഷെ ഈ അപകടം നടന്ന സമയത്ത് ഭാഗ്യവശാൽ വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം വലിയൊരു സ്ലാബാണ്. ആ സ്ലാബൊക്കെ ഒരു കാറിന്റെ മുകളിലേക്കൊക്കെ വീണാൽ അപ്പാടെ പൂർണ്ണമായും തകരുന്ന അത്ര കണ്ട് ഭാരമുള്ള ഒരു വലിയ സ്ലാബാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം. അത്ര വലിയ സ്ലാബാണ് വീണത്. എന്തായാലും അന്ന് വീണ 2 ആഴ്ച മുൻപ് വീണ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതും സ്ലാബുകൾ ഉറപ്പിക്കുന്നതും ഒക്കെ. അതിനിടെയാണ് ഒരു സ്ലാബ് കൂടി ഇന്ന് വീണത്. നാട്ടുകാരുടെ പ്രധാന ആരോപണം ഈ സർവീസ് റോഡ് അല്ലെങ്കിൽ ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഈ പാർശ്വഭിത്തി ഉറപ്പിക്കുന്നതിനുള്ള സ്ലാബുകൾ നിർമ്മിക്കുന്ന രീതി തന്നെ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടിയാണ് നാട്ടുകാർ നിരന്തരമായി അവിടെ ഉന്നയിക്കുന്നത്. അത് വെളിവാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായത് എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സ്ലാബ് അവിടേക്ക് വീഴുമായിരുന്നില്ല, റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. മാത്രമല്ല ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തന്നെ ഒരു വ്യക്തത, കൃത്യമായൊരു നിർമ്മാണ പ്രവൃത്തി അല്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. പല സ്ഥലത്തും സ്ലാബുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിന്റെ, പല സ്ഥലത്തും ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന നിലയിലും ഒക്കെയാണ് വളഞ്ഞു പൊളഞ്ഞാണ് ഇതിന്റെ പാർശ്വഭിത്തി പോകുന്നത് എന്നാണ് നാട്ടുകാരുടെ പ്രധാന മറ്റൊരു ആരോപണം. കാരണം ഏത് നിമിഷവും വലിയ ഭാരം മുകളിൽ ഈ വശങ്ങളിൽ സ്ലാബ് ഇട്ട് ഉറപ്പിച്ച ശേഷം അതിൽ പോലെ കെട്ടിയ ശേഷം
മുകളിൽ മണ്ണിട്ട് ഉറപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ മേൽപ്പാലം ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ആ പ്രഷർ മണ്ണിന്റെ ഉറപ്പിക്കുന്ന സമയത്തുള്ള പ്രഷർ താങ്ങാതെ വന്നാൽ പാർശ്വഭിത്തി വീണ്ടും ഈ സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് തള്ളും, വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടാകും, വലിയ അപകടം ഉണ്ടാകുമെന്നൊക്കെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഉണ്ടായ അപകടത്തിൽ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം എന്ന് വേണം പറയാൻ, വലിയ മറ്റ് അപകടങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസകരമായ കാര്യം. നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിട്ടും ഇവരുടെ ഈ പണിയിൽ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പിന്നീട് ഒരിക്കലും പാലിക്കുന്നില്ല. കഴിഞ്ഞ തവണ അത്ര വലിയൊരു അപകടമുണ്ടായി, പിന്നീട് വീണ്ടും നാട്ടുകാർ പ്രതിഷേധിച്ചു, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകി, എന്നിട്ട് പോലും വീണ്ടും അവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് വീണ്ടും പണികൾ പുരോഗമിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് പ്രധാനമായും ഈ ഭാഗത്തുള്ളവരിൽ നിന്നുമൊക്കെ ഉയരുന്നത്. മനേഷ്, തൃശൂർ ചിറങ്ങര അടിപ്പാത നിർമ്മാണം നടക്കുന്നയിടത്ത് സ്ലാബ് റോഡിലേക്ക് വീണ ഗുരുതരമായ അപകടത്തിന്റെ വാർത്തയാണ് അനീഷ് ആന്റണി നൽകിയത്. ആ സമയത്ത് വാഹനങ്ങളില്ലാതിരുന്നതുകൊണ്ട് മാത്രമാണ് ദുരന്തം ഒഴിവായത് എന്ന് ദൃശ്യങ്ങൾ സഹിതവും അവിടുത്തെ സ്ഥലവാസികളുടെ സംഭാഷണങ്ങൾ സഹിതവും റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അനീഷ് ആന്റണി.